ഹായ് ഗോയ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നാൾ വീഡിയോസിന് വിടാൻ ഞണ്ടത്. അപ്പോൾ ഗൈസ് നമ്മുടെ അക്കൗണ്ട് ചെറുതായിട്ടൊന്ന് സസ്പെൻഡ് ആയിരുന്നു. സസ്പെൻഡ് മാറി പിന്നെ ഹാക്കായി ഗൈസ്. ഹാക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെന്തോ ഏജൻറ്റ് ഇഷ്യൂ ഒക്കെ വന്ന് അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഗൈസ്, അർജുൻ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ചെക്കൻ നമുക്ക് അക്കൗണ്ട് തിരിച്ച് റിക്കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അവൻ നല്ല IT ഒക്കെ ചെയ്തിട്ട് കിടക്കണേ നമ്മൾ കിട്ടിയല്ലോ എന്ന് നോക്കി ഇതാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കില്ല് നമ്മുടെ നോക്കായി കിടക്കുന്നുണ്ട്, കിട്ടുമല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. നമ്മുടെ കില്ല് നമ്മുടെ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് തിരിച്ച്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഫൈറ്റ് അടക്കുക. നമുക്ക് നോക്കാം എന്താവുന്നൊക്കെ. എനിക്ക് അടിക്കുന്നുണ്ട്, അടിയാടോ. പക്ഷേ നോക്കായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ എന്തിനാണ് വെട്ടുന്ന കിടന്നു. ഓക്കെ ഗൈസ്, ഇവളിപ്പോൾ ഇത് എലിമിനേറ്റ് ഉള്ള ഗൈസ്. ഇതിനകത്ത് ഇമോട്ട് ഇടുന്നുണ്ട് കണ്ട, അതങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഞാൻ മാന്യനായതുകൊണ്ട് ഞാൻ അടിച്ചിട്ട്, പക്ഷേ ഇമോട്ട് ഇടാൻ നമ്മളെന്നില്ല. നമ്മൾ മാന്യനായതിൻ്റെ വണ്ടി നമ്മുടെ സ്വന്തം ചെക്കനായ നമ്മുടെ ഡെസേർട്ട് ഈഗിൾ നമ്മളെടുത്ത് ഇവിടെ കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് പട്ടിച്ച് കാണിക്കുന്നുണ്ട് നമ്മളിവിടെ. ഗൈസ്, എൻ്റെ പുതിയ ഡ്രസ് കോംബോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നോക്കി. നമ്മുടെ സിൽവർ സമുറൈ ബണ്ടിലിൻ്റെ ഉടുപ്പും നമ്മുടെ മറ്റേ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ബഡ്ഡി ടോക്കണിലെ പാൻറ്റും പിന്നെ നമ്മുടെ ദീപാവലിയുടെ ഇതിൻ്റെ അകത്ത് തന്ന ആ ഷൂവും. പക്ഷേ ഫസ്റ്റ് ലൈനിന് സെക്കൻഡ് ലൈനിൻ്റെ ഷൂ പോലെ ഇരിക്കുന്നുണ്ട് അതിന് കാണാൻ. അപ്പോൾ അത്ര ലോങ് ആയതുകൊണ്ട് നമുക്ക് അവനെ അടിക്കാൻ. പക്ഷേ അവ എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടോ, നമുക്ക് ഇത്രയും ഡാമേജ് ആണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ. അതെങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതെങ്ങനെ അവൻ നെറ്റ് കുറവാണ്, എനിക്ക് നെറ്റ് കുറവായതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ സീനൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. നോക്കുമ്പോൾ അവ സൈഡിൽ നിന്ന് ഓറിയോണൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഓറിയോണൊക്കെ ഇട്ട് പാസ് ചെയ്യുന്നുണ്ട് അതിൽ. ഓക്കെ, രണ്ടുപേര് തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഉണ്ട് തല കാണിക്കുമ്പോൾ അടിക്കുന്നത്. പക്ഷേ കറക്റ്റ് പീനൻ്റെ ആണ്, നല്ല ലോങ്ങിന് നല്ല ഫുൾ റെഡ് കയറുമല്ലോ. നമ്മളെങ്ങ് അടിച്ചുറക്കിയിട്ടുണ്ട് അവൻ. പക്ഷേ അവന്മാർ രണ്ട് ടീംമേറ്റ്സ് ആണ് ഗൈസ്, അതുകൊണ്ടാണ് അവന്മാർ പൊക്കാൻ പോകുന്നത്. നമ്മൾ കുറേ ഹെൽമേ കുത്തി, പക്ഷേ ആ പെണ്ണ് മാത്രം വന്നു ഗൈസ് നമ്മളെ റീവേൻ. നമ്മൾ കുറേ ഹെൽമേ കുത്തുന്നുണ്ട് അവിടെ ഇരുന്ന്. ഓക്കെ, അങ്ങനെ നമ്മുടെ പെൺകുച്ച് നമ്മളെ റീവൈവ് ചെയ്ത് ഒരു കില്ലെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ കുറേ മൈക്ക് ഫോണൊക്കെ പറയുന്നുണ്ട്. ഭായി ഏക്ക് കിൽ ദേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവർക്കില്ല തരുന്നില്ല. നമുക്ക് ബ്രൈറ്റ്നസ് അടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തോണിയിൽ കൂടെ കയറിയടിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ തന്നെ അടിച്ചു കിട്ടവന്. എന്തിയാലും ഊട്ടെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ A94 കിട്ടി, ഒരു മെഡിക്കറ്റും കിട്ടി. നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം ഡെസേർട്ട് ഈഗിൾ തന്നെ എടുത്ത് പവർ പോട്ടെ. പൈസ പോട്ടെ, പവർ വരട്ടെ. നമ്മുടെ ഗോൾഡെല്ലാം തീർത്ത് നമ്മൾ ഡെസേർട്ട് ഈഗിൾ മാത്രം വാങ്ങി. നിങ്ങൾ ഈ ഗെയിം പ്ലേ കാണണം ഗൈസ്, കാരണം ഞാനിവിടെ കുറച്ചേരം നിൽക്കുന്നുണ്ട്. കാരണം എൻ്റെ നെറ്റ് ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, പുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ എഴുതി കാണിക്കുന്നുണ്ടോ. ഇതൊരു ഇപ്പോൾ വരും ഗൈസ്. ഇതങ്ങനെ നെറ്റ് കുറവെന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് ഒന്ന് പോയി, അപ്പം ഡേറ്റ വൈഫൈ ഒന്ന് പോയതാണ്. നമ്മളാണ്ട് ഇപ്പോൾ വരും നമ്മുടെ നെറ്റ് തിരിച്ച്. ഒരു 10 സെക്കൻഡ്. 1 2 3 4 5 6 7 8 വന്ന് പറഞ്ഞത് വന്ന് ഗൈസ്. നമ്മുടെ നെറ്റ് വന്നച്ച് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കഴപ്പ് കാണിക്കുമായിരുന്നു. അതിൻ്റെ മേളിൽ നിന്ന് കുറേ അടിക്കാൻ വേണ്ടി അതുകൊണ്ട് എൻ്റെ മോനെ ഡെസേർട്ട് ഈഗിളൊന്നും പറഞ്ഞില്ല, കീഴിലും അടിയായിരുന്നു. നോക്കാനായിരുന്നു നമ്മൾ ഹെഡ്ഷോട്ട് അടിച്ചിട്ട്. അവിടെ നമ്മുടെ ഒരു കില്ലുണ്ടായിരുന്നു, അവനെ റീവൈവ് ചെയ്ത് വെച്ചിട്ട് അവനെ കിടന്ന് തീർക്കാൻ നോക്കിയപ്പം അവനാണെങ്കിൽ ഒരു വെടിയുണ്ട പോലും കൊള്ളുന്നില്ല. ആകെ 95 ഉണ്ട്.
ഇനിയിപ്പോൾ 2v2 അവയെ ചത്തിരുന്നെങ്കിൽ നമുക്ക് 1v2 എടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ എന്ത് ചെയ്യാൻ, അവ ഒരുത്തിനെ തീർത്തിട്ടുണ്ട്. ഒരുത്തിനെടുക്കാന്ന് പറഞ്ഞാണ്ട് ഫുൾ റെഡ് അടിച്ചങ്ങ് ഉറക്കി നമ്മളവനെ അങ്ങ്. ഒന്ന് നോക്കില്ല, ഇമോട്ട് ഇടാൻ നമ്മുടെ മാന്യത. MVP നിൽക്കുന്നത് ഞാനാണ്. നമ്മൾ MP5 കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ AW വാങ്ങി. ഇതിൻ്റെ അകത്ത് ആ ഒരു പെണ്ണുണ്ടല്ലേ, അവൾ വെറും നൂപിടിയാണ്. കാരണം അവളെൻ്റെ ഡെസേർട്ടുകൾ കൊണ്ടുപോയി ഗൈസ്. ഞാൻ ഈ MP5 കളഞ്ഞപ്പോൾ എൻ്റെ ഡെസേർട്ടുകൾ അറിയാതെ പോയി. എൻ്റെ ഡെസേർട്ടുകൾ പോയപ്പോൾ അവൾ എടുത്തുണ്ടോ USP ആയി. അവളുടെ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. അവളെൻ്റെ ഡെസേർട്ടുകൾ എടുത്ത് വെച്ച്. അയ്യോ സോറി, ഇവളല്ലേ മറ്റേ അവനെ എടുത്തേ. എൻ്റെ പോകുന്ന അവനെ എടുത്തേ. എന്തൊരു സ്വഭാവം നോക്കി ഗൈസ്. മാസം എനിക്ക് വെച്ചാൽ ഡെസേർട്ടുകൾ ഏടുള്ള നോക്കിയപ്പോൾ അവൻ എടുത്തോണ്ടാകും. അതുകൊണ്ട് എനിക്ക് നോറിയ പിന്നെ ടീംമേറ്റില്ലെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ കൂടുതലെങ്ങ് കഴപ്പിറക്കാൻ നിന്നില്ല. എനിക്ക് അവിടെ ആരും ഇല്ലായിരുന്നു. നമ്മുടെ 4-ാമൻ്റെ അടുത്ത് ഫ്രൂട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ അടുത്തോട് വെച്ചങ്ങ് ഓടിച്ച്. നമ്മൾ മാക്സിമം ക്യാരക്ടർ ഇട്ട് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കളിക്കുന്നത്. നമ്മളൊന്നും നോക്കില്ല, താഴെ അങ്ങ് ചാടി 150 കൊടുത്ത് ബ്ലൂ ഇട്ട് അടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ എയിം ലോക്ക് ആയില്ല. സ്കോപ്പ് ഇട്ടങ്ങ് അടിച്ച സാധനം. ബൈസൺ കിട്ടി. അതിൻ്റെ അകത്ത് ബൈസന് 0 ഉണ്ടായിരുന്നു. നമ്മളെടുത്ത് കളഞ്ഞ് വെച്ചിട്ട് കാര്യം മനസ്സിലായി. ഗൈസ് അപ്പോൾ നോക്കുവാണെങ്കിൽ വേണ്ട, നമ്മുടെ 2 പേര് അവിടെ 2 പേര് ഒരുത്ത് നോക്കുണ്ട്. അവനെ ഇപ്പോൾ പൊക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ ടീംമേറ്റ് അകത്തോട്ട് കയറി ചെന്നിട്ടുണ്ട്. എന്താണെന്ന് ആർക്കറിയാം. ഒരുത്ത് ഇതിൻ്റെ മേളിൽ നിന്ന് എന്നെ കണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഈ പെട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് അടിക്കാൻ പറ്റത്തില്ല. അതാണ് ചെറിയ റിസ്ക്. നമ്മളവനെ 1100 ഡാമേജ് കൊടുത്തങ്ങ് ഹെഡ് ഷോട്ട് അടിച്ചങ്ങ് അവിടെ ഇട്ടിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, നമ്മൾ ഗ്രോസ് അങ്ങ് എടുത്തതിന്. ഗ്രോസ് കൊണ്ട് മാസം അടിക്കാമെന്ന് വിചാരിച്ചു. 150 കുമ്മിക്കൊണ്ട് പോയി അവൻ. 150 ഉണ്ട്, പക്ഷെ ഫേക്ക് കയറി ഗൈസ്. ഓക്കെ, നമുക്ക് ആ കില്ല് കിട്ടിയിട്ടുണ്ട്. എത്രയില്ലായി 7 MVP ഞാൻ ഗൈസ്. എന്തോ ചെയ്യാനെന്ന് പറയാം. 3800 രൂപ നമുക്ക് വീണ്ടും കിട്ടി. നമ്മുടെ സ്വന്തം ഫാക്ടറി സൈഡ് തന്നെ എത്തിയിട്ടുണ്ട്. ഒന്നും നോക്കില്ല, നമ്മുടെ ഇരുന്ന് AW എടുത്തും കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഡെസേർട്ടുകൾ മാത്രം കയ്യിൽ. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ എന്താ മാസ് കാണിക്കാൻ വേണ്ടി ഇറങ്ങുക. നമ്മുടെ മെഡിക്കിറ്റ് 3 വെച്ച് എല്ലാവർക്കും സെറ്റാക്കി. ടീമൊക്കെ അങ്ങോട്ടാണ്. എൻ്റെ കൂടെ ഒരുത്തിനേ ഉള്ളൂ ഈ 2-ാമത്തവൻ. നമ്മൾ ഗ്രനേഡൊക്കെ എറിയാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരുത്തമുണ്ട്, അത് 2 പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ എറിഞ്ഞ് അമ്മമാർ ഓറിയോണൊക്കെ ഇട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ബാക്കിലോട്ട് വലിഞ്ഞു. കാരണം 3-4 പേര് ഇവിടെ പിന്നെ വെറുതെ സീനാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്ക് വലിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്ന്, പക്ഷെ ആരും വന്നില്ല. നമ്മൾ ബാക്കൊക്കെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ പറയുമ്പോൾ ഇവന്മാർ ബാക്കിൽ കൂടെ കറങ്ങിയടിക്കുന്നു വെച്ച് നമ്മൾ പിന്നെ ബാക്കിൽ നോക്കിയപ്പോൾ ഓരോ ഗൈസ് ഒന്നുമില്ല. ഫുൾ റെഡ് ഒറ്റ അടി വണ്ടാ പിടിച്ച് കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവന്മാർ കുഞ്ഞു ഗൈസ്. നമ്മളതിൽ നോക്കിയ സ്മോക്കൊക്കെ എടുത്തങ്ങ് എറിഞ്ഞ് തല കാണിച്ച് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ സ്കോപ്പ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അവിടെ UMP കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ, ടീംമേറ്റ് ബാക്കിൽ നിന്ന് എല്ലാത്തിനും നൈസായിട്ട് കുമ്മിക്കൊണ്ട് പോയി. അവന്മാർ കണ്ടോ എത്ര എണ്ണത്തിന് അടിച്ചിട്ട് എനിക്ക് ഇതിന് 1 കില്ലോയിലും കിട്ടി ഗൈസ്. കുറേ അടിക്കാൻ പക്ഷെ ഒന്നും കയറുന്നില്ല. ഞാൻ എന്താ ചെയ്യാനാണ് ഗൈസ്. നമ്മുടെ ഗെയിമിലെ തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ നിർത്താൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ 1K സൂൺ അടിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. തരാ.